ഉഷയെ കെട്ടിയിട്ട് പണം കവർന്നതിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഇടുക്കി ഡിവൈഎസ്പിയുടെ കീഴിൽ 10 സംഘം ഇന്നു മുതൽ അന്വേഷണം തുടങ്ങും. വീട്ടിൽ നിന്ന് കിട്ടിയ വിരലടയാളത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വിപുലീകരിച്ചു. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ്. രാഹുൽ സുരേഷ് നമുക്കൊപ്പം. രാഹുൽ സുരേഷ്, ഇപ്പോൾ ഉഷ സന്തോഷിന്റെ വിഷമം ഞാൻ നേരിട്ട് കേൾക്കുകയായിരുന്നു. പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? സുജയ പാർവതി കൃത്യമായി നടത്തിയ പ്ലാനിങ്ങിലൂടെയാണ് ഈ മോഷണം നടന്നതെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. ഇപ്പോൾ ഉഷ പറഞ്ഞത് നമ്മൾ നേരിട്ട് കേട്ടതാണ്. അതായത് കുറെ ദിവസം മുമ്പ് ഈ അക്രമി വീട്ടിൽ വരുന്നു, കൃത്യമായ സാഹചര്യങ്ങൾ പരിശോധിക്കുന്നു, ഉഷയോട് വീട്ടിൽ പൈസ ഉണ്ടോ എന്നും എന്നാണ് ഈ കീമോയ്ക്ക് പോകുന്നതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് ആദ്യം ഈ പ്രതി വീട്ടിൽ നിന്നും പോയത്. അതിനുശേഷമാണ് മിനിങ്ങാന്ന് ഈ വീട്ടിൽ എത്തിയതെന്നാണ് ഉഷ തന്നെ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 2 ദിവസം അന്വേഷണം നടത്തിയെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. അടിമാലി പോലീസാണ് 2 ദിവസമായി അന്വേഷണം നടത്തിയത്. ഇതിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാതെ വന്നതോടെയാണ് ഇപ്പോൾ ഇടുക്കി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചിരിക്കുന്നത്. ഇന്ന് മുതൽ ഈ വിപുലീകരിച്ച അന്വേഷണ സംഘം അന്വേഷണം ആരംഭിക്കുകയാണ്. CCTV ദൃശ്യങ്ങളും കാര്യമായി തന്നെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. സുജയ. ഓക്കെ, രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഉഷ സന്തോഷിന് നീതി ഉറപ്പാക്കാൻ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ഈ യാത്രയ്ക്കൊപ്പം ഞങ്ങളും